നാടിൻ്റെ ഉത്സവശീലം എന്ന നിലക്ക് ആനയമ്പലക്ക് വരുന്നുണ്ട് ചിലയിടത്ത്. അതിൽ പെട്ടതാണ് പുതിയങ്ങാടി നീർച്ച. കൊണ്ടോട്ടിയൊന്നും ആനയൊന്നും ഉണ്ടാകാറില്ല, മമ്പാട്ടും ഉണ്ടാകില്ല ആന, അതൊന്നും ഉണ്ടാകാറില്ല. ഇവിടെ സത്യക്കുടം ചൂടിക്കാനേ പോവുള്ളൂ. അമ്പാരി പറഞ്ഞ് സത്യക്കുടം ചൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഇവിടുത്തെ അമ്പാരി. ആനപ്പുറത്തുള്ള ആ രാജകീയ നിലയല്ല. അപ്പം ആ രീതിയിലുള്ള ആഘോഷങ്ങളിൽ ആനയെ പങ്കെടുപ്പിക്കുന്നത് ഉത്സവത്തിൽ കാണാൻ ചന്തമുള്ള ഒരു ജീവി എന്നുള്ള നിലക്കാണ്. അതിന് പ്രത്യേകം അങ്ങനെ തുമ്പി കൊണ്ട് രാട്ടനും പിടിച്ചലും ഒക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ ഒന്ന് കാണാനും പിടിച്ചാനും ഒക്കെ ആൾക്കാർ ഒരു സന്തോഷമാണ്. അപ്പം കാണാൻ സന്തോഷമുള്ള ആനയും അമ്പാരിയും വന്നത് കൊണ്ടായിട്ട് അത് മതപരമായി നിഷിദ്ധമല്ല. അതാണ് നജീബ് മൗലവിയുടെ ഫത്വയാണ്. അപ്പോൾ അത് കാണാൻ ചന്തള്ള ഏത് കറുത്തിട്ടുള്ള 4 കാലൊരു വാലും ഒരു തുമ്പിക്കൈയൊക്കെ ഉള്ള ആ ജന്തു ഇല്ലേ, ആ ജന്തു കാണാൻ വലിയ ചന്താണെന്നാണ് ഇപ്പോൾ ഈ നജീബ് മൗലാന എന്ന് ഇവരുടെ ആളുകൾ വിളിച്ച് പറയണ നജീബ് മൗലവിയുടെ നേർച്ചക്കാനയെ എഴുന്നള്ളിക്കുന്നത് അനിസ്ലാമികമല്ല എന്നുള്ള ഫത്വയാണ് ഇപ്പോൾ അയാൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആനെ എഴുന്നള്ളിക്കുന്നത് ശരി, അത് നമുക്ക് അനിസ്ലാമിക അല്ല എന്നിട്ട് വെക്കുക, ഇനി അയാളുടെ ഭാഗത്തിന് നമ്മളോട് സപ്പോർട്ട് കൊടുക്കുക. ഈ ആന ചവിട്ടി കൊല്ലുന്നുണ്ടല്ലോ, കാലുമ പിടിച്ചിട്ട് വട്ടം കറക്കിയിട്ട് വലിച്ചെറിയുന്നുണ്ടല്ലോ, അതിനൊരു ഫത്വ എന്തെങ്കിലും പറയാണ്ടോ നജീബ് മൗലവി എങ്ങക്ക് അല്ലേ? ഇവിടെ ആനനെ അന്ന് ആനേക്കാട്ടിലും ചന്തമുള്ള കുറേ ഇതുണ്ടല്ലോ. അപ്പോൾ ആ ചന്തം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുതിരനെയാണ് ഇപ്രാവശ്യം ഭീമാപ്പള്ളി ഉറൂസിന് എടുത്തിട്ടുള്ളത്. ഉറൂസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഒന്നുമല്ല കേട്ടില്ലേ. ഇസ്ലാമിൽ ഉറൂസ് എന്ന് പറഞ്ഞിട്ട് സാധനമല്ല. നേർച്ചയും പെട്ടിവരവും ചന്ദനക്കൂടും അങ്ങനെ ഒരു സാധനം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അള്ളാൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ല. ഇവർ പഠിപ്പിച്ചിട്ടുള്ള സാധനമാണ്. ഇനിയും കുറച്ചും കൂടി ആൾ പറയണ്ട, നമുക്ക് കേൾക്കുക. അതിനൊരു കുഴപ്പമില്ല. പിന്നെ ഉപദ്രവകാരിയാകുക എന്ന് പറഞ്ഞാൽ മനുഷ്യനതിനെ ഉപദ്രവിക്കുമ്പോഴാണ് ഉപദ്രവിക്കുക. ഉപദ്രവകാരി ആവുക എന്ന് പറഞ്ഞാൽ മനുഷ്യനാണല്ലോ ഉപദ്രവിക്കും. എന്നിട്ട് അല്ലാതെ ആ ജീവി അങ്ങനെ ഉപദ്രവിക്കില്ല. പുസ്തകത്തിൽ ആന ഉപദ്രവകാരിയല്ല. ആന ഉപദ്രവകാരിയല്ല. ഇനിയിപ്പോൾ വല്ലാതെ അങ്ങോട്ട് മതം ഇളകുമ്പോൾ ആ നാട്ടുകാരെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉമ്മക്ക കെട്ടിപ്പിടിക്കുക, കാലുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ഉമ്മ വെക്കുമ്പോൾ ആ നെഞ്ഞും കൂടി പൊളിഞ്ഞിട്ട് ചിലപ്പോൾ മരിക്കും. അത് സ്നേഹം കൊണ്ടാണേ, അല്ലേ നജീബ് മൗലിയരെ? തുമ്പിക്കൈയിൽ എടുത്തിട്ട് വാരി വലിച്ചിട്ട് ഇങ്ങനെ ചുറ്റി കറക്കിയിട്ട് ഒരറ്റ കയറി ഭയങ്കര സ്നേഹം കൂടുമ്പോൾ ആന അങ്ങനെ എത്ര കാട്ടുക അല്ലേ? നിങ്ങൾ പറഞ്ഞാണീ അതിനെ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ ബെറലെടുത്തിട്ട് ഒന്നായിട്ട് ദേഷ്യം പിടിച്ചാലേ അത് ചെയ്യുള്ളൂ, എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത ചെയ്താൽ. അപ്പം സാധാരണ മറ്റേത് മൃഗത്തെ അവിടെ കൊണ്ടുവരാൻ കാലിനെ കൊണ്ടുവരാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും മൃഗത്തെ അവിടെ കൊണ്ടുവരാൻ പറ്റുമോ? എന്താ കൊടുന്നാല് ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു എരുമനെ അല്ലെങ്കിൽ ഒരു കുതിരനെയൊക്കെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് കേട്ടിട്ട് അടുത്ത കൊല്ലത്തതിന് വല്ല പോത്തിനെയും കൊണ്ട് വന്നിട്ട് ആ പോത്തിന് തുമ്പെടുത്തിട്ട് ആരെങ്കിലും ചവിട്ടിക്കൊന്ന് എന്നെ ഉത്തരവാദിയാക്കണ്ട. പറയും. അപ്പൊ ഇതിന് പറ്റിയ സമാധാനപരമായിട്ട് ഈ ആഘോഷത്തിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു മൃഗം ആന തന്നെ ആയതുകൊണ്ട് ഭയങ്കരം ഇത് സമാധാനമായിട്ട് സമാധാനപ്രിയനാണ് ആന. ആന മതളകുമ്പോൾ ആൾക്കാരൊന്നും എടുത്തിട്ട് ചുഴറ്റിയിട്ട് എറിയും, ചിലപ്പോൾ വലിച്ചിട്ട് രണ്ടായിട്ട് കീറും, ചിലപ്പോൾ ആ കാലെടുത്തിട്ട് നെഞ്ഞത്തേക്ക് ഒരേറ്റ ചവിട്ടാണ്ട് കൊടുക്കും. ഇപ്രാവശ്യം നെഞ്ഞത്തല്ല, നേരെ ആ ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ, സെൻറ്റർ പോയിന്റാണ് ചവിട്ടി പൊളിച്ചെന്നുള്ളതാണ് അറിഞ്ഞത്. ഒട്ടഞ്ഞു പോയി എന്നുള്ളതാണ് വന്ന റിപ്പോർട്ട്. ഇനി എന്തോ അള്ളാഹു ആലം പറയും. ആണ് നമ്മളെ നീർച്ചക്കും ഹിന്ദുക്കളുടെ ഉത്സവത്തിനെന്ന പോലെ ആന വന്നു. ഹിന്ദുക്കളുടെ ഉത്സവത്തിന്റെ ആനയാണ്, അതുകൊണ്ട് നീർച്ചക്ക് പറ്റൂല എന്നറിയുന്ന ഒരു നിയമം ശരി എന്നിട്ട് ഇസ്ലാമികമല്ല. അങ്ങനത്തെ ഇസ്ലാമിൽ പറയാൻ പറ്റില്ല. കാണാൻ ചന്തത്തിന് വേണ്ടി ആനയെ ആഘോഷപൂർവ്വം എഴുന്നള്ളിക്കുക എന്ന് പറയുന്നതും അനിസ്ലാമികമല്ല. അത് ഇസ്ലാമിന് വിരുദ്ധമല്ല, നിഷിദ്ധമല്ല. കാണാൻ ചന്തമുള്ള അങ്ങനത്തെ സംഗതികളൊക്കെ പറ്റും. ഈ ആനയ്ക്ക് വലിയ ചന്ത എന്നുള്ളത് ഇപ്പം ആരെങ്കിലും എടുത്ത് പറഞ്ഞത്? നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയതാ അതോ നീർച്ച കമ്മിറ്റിക്ക് തോന്നിയതോ? ആനയ്ക്ക് വലിയ ചന്ത അത്രേ, അതാണോ ഈ ആനച്ചന്ത എന്ന് പറയണത്? പറയും. അപ്പൊ ആ രീതിയിൽ അതുമാത്രമായൊരു നിഷിദ്ധം എന്ന് പറയാനില്ല. എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? ഇവിടെ റഫീഖ് മൗലവിയാണ്. അപ്പൊ റഫീഖ് മൗലവി അതിന് വിശദമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. ചെറിയ പോയിന്റ് ഉള്ളൂ. ഒരു മിനിറ്റ് ഒരു മിനിറ്റിനടുത്തുള്ള ചില വാക്കുകളാണ്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഒരു പുരോഹിതന്റെ ന്യായീകരണമാണ്. ആന എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ചന്തമുള്ള ജീവിയാണ്, അതുകൊണ്ട് അത് മതപരമായി നിഷിദ്ധമൊന്നുമല്ല. പിന്നെ ആന ആരെയും ഉപദ്രവിക്കൂല എന്നാ പറയുന്നത്. ഇയാൾ ഏത് ലോകത്താ ജീവിക്കുന്നത് എന്നറിയില്ല. എന്നിട്ട് ഇയാൾ പറയണ ആനയല്ലാതെ വേറെ ഇതിന് പറ്റിയ വേറൊരു മൃഗവും ഇല്ല, അതുകൊണ്ട് ആനയെ എഴുന്നള്ളിക്കുന്നത് അനിസ്ലാമികമൊന്നുമല്ല, എല്ലാവരും ആനയെ കൊണ്ടുവന്നോളിന്നാ പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ആശയധാരയിലുള്ളവരാണ് ഈ ന്യായീകരണം കൊടുക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ടാണ് കമ്മിറ്റിക്കാര് ഈ നേർച്ചകളിലേക്ക് ആനയെ കൊണ്ടുവരുന്നത്. അപ്പോൾ റഫീഖ് മൗലവി പറഞ്ഞത് ഈ വിഷയത്തിന്റെ അദ്ദേഹത്തിന്റെ വലിയൊരു വീഡിയോയിൽ നിന്ന് ചെറിയൊരു ഭാഗം ഒരു സഹോദരൻ അയച്ചു തന്നാണ്.
അപ്പോൾ ആന, ഇപ്പോൾ നമ്മൾ ആനയുടെ കുറേ കാണിച്ചു. യൂട്യൂബ് അതിന് നമുക്ക് ചെറിയ ഒരു വാണിംഗ് തന്നിട്ടുണ്ട്, ആനയുടെ പരാക്രമം വല്ലാതെ കാണിക്കണ്ട എന്നുള്ള തരത്തിലാണ്. അപ്പോൾ കൂടുതൽ ആന സംബന്ധമായിട്ട് കാണിക്കുന്നില്ല, ചെറിയ ഒരു കാര്യം അത് ഒന്ന് ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. കണ്ടു നോക്കി. അതിനിടയിൽ ഒരു മനുഷ്യൻ ആനപ്പുറത്തുനിന്ന് വീണിട്ട് അല്പം കൊണ്ട് ആശാരിയാവുക എന്നൊക്കെ പറയുന്ന പോലെയാണ് അതിൻ്റെ കാലിൻ്റെ ചോട്ടുനിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഇതുപോലെയുള്ള ജീവൻ പണയം വെച്ചുകൊണ്ട് ഏത് സമയത്താണ് അതിന് പീരാന്ത് പിടിക്കുക എന്നറിയില്ല. പീരാന്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പീരാന്ത് എന്നൊക്കെ ആ ഒരു നാട്ടിലത്തെ ഒരു ഭാഷ ഒരു പ്രയോഗമായിട്ട് മനസ്സിലാക്കണം. ഭ്രാന്ത് എന്നുള്ളത് തന്നെയാണ്. അത് പറയാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല. ചില ആളുകൾക്ക് ഈ മലപ്പുറം ഭാഗത്തുള്ള ആളുകൾക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 7 എന്ന് പറയുമ്പോൾ 7 എന്ന് പറയും, അതേപോലെ പുഴ എന്ന് പറയുന്നതിന് പുയ എന്ന് പറയും. അത് ആ പ്രദേശത്തെ ഒരു പ്രയോഗ രീതിയായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇവർക്ക് ഇതൊക്കെ അറിയാവുന്നവരുണ്ട്. പുഴ എന്ന് പറയാൻ അറിയുന്നവർ തന്നെ പുയ എന്നൊക്കെ പറയുന്ന അതൊരു മോശപ്പെട്ടൊരു സംഭവമൊന്നുമില്ല, അവരുടെ ഒരു സംസാര രീതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ പിരാന്ത് എന്ന് പറയുന്നത്. പിരാന്ത് എന്ന് പറയുന്നത് ഒന്നും കൂടി ഭ്രാന്തിനെ ഒന്ന് സർക്കാസിച്ച് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആനക്ക് പിരാന്ത് പിടിച്ചിട്ട് അതിൻ്റെ ചവിട്ട് കൊണ്ടിട്ട് മയ്യത്താകാൻ എന്തിനാണ് ഈ നീർച്ചപ്പറമ്പക്ക് പോണത്? അത് ഇസ്ലാമുമായിട്ടൊരു ബന്ധമല്ല. പിന്നെ നിങ്ങൾക്ക് ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ 2 ആഘോഷം പെരുന്നാൾ തരുന്നില്ലേ? അതിന് നല്ലോണം ബിരിയാണി വെച്ചിട്ട് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇല്ലേ, നല്ല കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നല്ല ലാവിഷായിട്ട് സന്തോഷമായിട്ട് വീട്ടിലിരുന്നിട്ട് ആഘോഷിച്ചൂടെ? അത്രേ ഉള്ളൂ. ഇസ്ലാം അത്രേ തന്നിട്ടുള്ളൂ. ഈ കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ചിട്ട് കൂത്താട്ടം നടത്തുന്ന ചില നേർച്ചപ്പറമ്പുകൾ ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല, നിഷിദ്ധമാക്കിയിട്ടേ ഉള്ളൂ. അവിടേക്ക് നമ്മൾ ഇനിയും ചാടിക്കളിക്കാൻ വേണ്ടിയിട്ട് പോകാതിരിക്കുക. ആനയ്ക്ക് പിരാന്ത് പിടിച്ചാൽ, ഇനി ആനയ്ക്ക് പിരാന്ത് പിടിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ തന്നെ അത് ചെയ്തു. നമ്മളൊരു വീഡിയോയിൽ കാണിച്ചാണ് അതിൻ്റെ ഒരു ഭാഗം കൂടി, ചെറിയൊരു ഭാഗം കൂടിയും ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നിട്ട് കാണുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മനുഷ്യർക്ക് മതം ഇളകിയാൽ ഇതങ്ങനെ ഇരിക്കും. കണ്ടോളി.